ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വൈറൽ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനൊരു 1/2 കിലോ അയില എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വരഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് 1-2 സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി കൂട്ടി യോജിപ്പിക്കണം. സ്റ്റവ് ഇപ്പോൾ നമുക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ മസാല ഒന്ന് ചൂടാക്കി എടുക്കാൻ. മസാല എല്ലാം ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 6 ചെറിയുള്ളി ചതച്ചത് ചേർക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ചൊരു 3-4 വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്ത് നല്ലപോലെ മസാലയും എല്ലാം കൂടി നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ പച്ചമണം മാറി നല്ല മുരിഞ്ഞ ഒരു പരുവാവുന്നവരെ നന്നായി ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് ആവശ്യമായി കറിവേപ്പില ചേർക്കാം. ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. കറിവേപ്പിലയുടെ പച്ചമണമൊക്കെ മാറി നല്ല ഫ്രൈ ആയിട്ടുള്ള രീതിയിലാവുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം പുളിവെള്ളം ചേർക്കാം. ഇത് നല്ലപോലെ ചേർത്ത് ഇളക്കി നല്ലപോലെ വേവിച്ചെടുക്കണം. ഈ പുളിവെള്ളമൊക്കെ നല്ലപോലെ കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 3/4 സ്പൂൺ ഉപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മസാലകളെല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഓരോരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം. മീനുകളെല്ലാം ഈ ഗ്രേവിയിൽ കിടന്ന് നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. നോർമലായി ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെയല്ല ഇത് ഗ്രേവിയിൽ കിടന്ന് നല്ലപോലെ വെന്ത് വരും. കുറച്ചധികം നേരം തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ ഗ്രേവി എല്ലാം നല്ലപോലെ വറ്റി വരുമ്പോഴേക്കും നമുക്കൊരു നല്ല ഫ്രൈ രൂപത്തിലായിട്ട് വരും. അടിപൊളി ടേസ്റ്റാണ്. പുളിവെള്ളത്തിൽ കിടന്ന് നല്ലപോലെ വെന്ത് വരുന്ന ഫ്രൈ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു ഒറ്റ മീൻ ഫ്രൈ കൊണ്ട് തന്നെ നമുക്ക് ചോറ് കഴിക്കാം. ഒട്ടും കറിയില്ലാതെ നമ്മൾ ഈ മീൻ ഫ്രൈ മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒരു തവണ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്നും നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ മീൻ ഫ്രൈ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റ ബൈ ബൈ, സീ യു.